ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചാൽ യുദ്ധവിരാമം ഉണ്ടാവുമോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. പല അറബ് മാധ്യമങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു ചതിക്കുഴിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് അവരുടെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവർ അങ്ങനെ മോചിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ പിന്നീട് ഗസയെ ആക്രമിക്കാൻ വേണ്ടി പൂർണ്ണമായിരിക്കുന്ന സമ്മതം കിട്ടിയ സ്ഥിതിയിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ചെങ്കിലും ഒരു നിയന്ത്രണം ഇസ്രായേലിന് ഉണ്ടാവുന്നത് ബന്ദികൾ ഉള്ളത് കൊണ്ടാണ്. അത് ബന്ദികളെ മോചിപ്പിക്കണമെന്ന താല്പര്യമല്ല. ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേൽ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ നിത്യേന രാജ്യത്തിന്റെ അകത്ത് നടത്തുന്ന സമയത്തുള്ള പ്രതിഷേധം, അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു യുദ്ധം മുനമ്പിലേക്ക് സൈനികരെ വിടാനുള്ള പ്രയാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു നിയന്ത്രണമെങ്കിലും അല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥയിലൊക്കെ ഇസ്രായേൽ മുന്നോട്ട് വരാനുള്ള കാരണം. ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ്. അമേരിക്ക എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചതിയന്മാരാണ്. ചരിത്രത്തിൽ അവരെ ചതിയന്മാരായിട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഈ ഘട്ടത്തിലും ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചാലും യുദ്ധം കൂടുതൽ രൂക്ഷമാകും എന്നല്ലാതെ യാതൊരു ഇളവും ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.